Hi there, this is Ebin here and welcome back once again. So in today's lecture, we are discussing about 6 different kinds of headings and paragraph in HTML. Okay. So അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഇൻ്റർവ്യൂവിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. വാട്ട് ഈസ് HTML? വാട്ട് ആർ ദ സം ഓഫ് ഇറ്റ്സ് ന്യൂ ഫീച്ചേഴ്സ് ദാറ്റ് വെർ നോട്ട് പ്രസൻറ്റ് ഇൻ HTML? ഓക്കെ, എന്താണ് HTML5? അതോടൊപ്പം തന്നെ HTML സപ്പോർട്ട് ചെയ്യുന്ന HTML5 സപ്പോർട്ട് ചെയ്യുന്ന ന്യൂ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിന് മുമ്പുള്ള വേർഷനിൽ സപ്പോർട്ട് ചെയ്യാത്തതായിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. HTML5 ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സം ഓഫ് ഇറ്റ്സ് ന്യൂ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് സപ്പോർട്ടിംഗ് ഓഫ് വീഡിയോസ്, ഓഡിയോസ് എക്സെട്ര. ഓക്കെ, സോ അതോടൊപ്പം തന്നെ HTML വീഡിയോസ്, ഓഡിയോസ് മാത്രമല്ല, ക്യാൻവാസ് സപ്പോർട്ട് ചെയ്യും, വെക്റ്റർ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ SVGs എന്നൊക്കെ ഞാൻ ആദ്യത്തെ ലെക്ചറിൽ ഗൂഗിളിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ SVG ഫോർമാറ്റിലുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അത് വെക്റ്റർ ഗ്രാഫിക്സ് ആണ്. ഓക്കെ, സോ അത് HTML5 കൊണ്ടുവന്നിട്ടുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ SVG, ക്യാൻവാസ് ഇതെല്ലാം HTML5 കൊണ്ടുവന്നിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. HTML5 എന്താണ്, അതിൻ്റെ ന്യൂ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഇനി HTML5 സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള എല്ലാ HTML സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ ഫ്ലാഷ് പോലത്തെ ചില ഫീച്ചേഴ്സ് HTML5 നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്, ഉപയോഗിക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഞാൻ നേരത്തെ ഫ്ലാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, അതിനു മുമ്പുള്ള എല്ലാ ഫീച്ചേഴ്സും ഇപ്പം നിങ്ങൾക്ക് പറയുവാണെങ്കിൽ HTML, അതുപോലെ HTML5 സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ CSS സപ്പോർട്ട് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ SVGs അതായത് വെക്റ്റർ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യും, പിന്നെ ക്യാൻവാസ്, വീഡിയോസ്, ഓഡിയോസ് ഇത്തരം കാര്യങ്ങളെല്ലാം HTML സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ HTMLൻ്റെ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ HTML സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, സോ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂവിൻ്റെ ബുക്ക് ഞാൻ നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ HTML5 എന്താണെന്ന് പറയാം, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എൻ്റെ കോഴ്സ് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇത് മനസ്സിലാകും. ഓക്കെ, സോ ഇനി നമുക്ക് HTML5 ഹെഡിങ്സിലേക്ക് കടക്കാം. എന്തൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെഡിങ്സ് ആണ്, അതോടൊപ്പം തന്നെ പാരഗ്രാഫ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ലെക്ചറിൽ പഠിക്കാം. ഓക്കെ, HTMLനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെഡിങ്സ് ഉണ്ട്. 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെഡിങ്സ് ആണ് HTML ഉള്ളത്. ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഹെഡിങ്സ് ആണ്. ഇനി നമുക്കിതിന് പുറത്ത് ഉള്ള ഹെഡിങ്സ് വേണം, കുറച്ചും കൂടെ ബിഗ്ഗർ സൈസ്. ഇതിന് ഈ 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് വേരിയും, അതുപോലെ തന്നെ കൂടുതൽ ബോൾഡായിട്ട് വരും ഓരോ ഹെഡിങ്സും, അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, സോ അതുപോലത്തെ അല്ലാത്ത നമുക്ക് മാനുവലായിട്ട് ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഹെഡിങ്സ് ആണ് ഈ 6 എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഹെഡിങ്സ്, എനിക്ക് ഈ സൈസ് വേണം, ഇത്രയും ബോൾഡ് വേണം, ഇല്ലെങ്കിൽ ഈ ഫോണ്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് CSS വെച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ HTML സെക്ഷനിൽ HTML മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. CSS സെക്ഷനിലേക്ക് കടക്കുമ്പം നമ്മൾ അതിനെക്കുറിച്ച് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഹെഡിങ്സൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ CSS സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ HTML 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് പറയുന്നത് H1 to H6 വരെയാണ് 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. H1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാഗുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യണം, അതോടൊപ്പം തന്നെ ക്ലോസും ചെയ്യേണ്ട കാര്യമുണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടാഗ് എന്തുണ്ടാവും, അത് മാൽ ഫങ്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ 6 ഡിഫറെൻറ്റ് ഹെഡിങ്സും ഓപ്പൺ ചെയ്യേണ്ടതാണ്, അതോടൊപ്പം തന്നെ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഈ ഹെഡിങ്സ് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ H1 സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ H6 എൻഡ് ചെയ്യുന്നു. ഓക്കെ, വെറുതെ H1, H2, H3 എന്ന് പറയുന്ന അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള എല്ലാ ടാഗ്സും കൂടെ കൂടിച്ചേർന്നിട്ടാണ് 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് HTML പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഒന്നാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാരഗ്രാഫ് യൂസ് ചെയ്യേണ്ടതെന്നത്. നമ്മൾ P ടാഗ്സ് ആണ് പാരഗ്രാഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ P ടാഗ്സ് ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസും ചെയ്യേണ്ട ടാഗ്സ് ആണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാലും അത് പാരഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ പാരഗ്രാഫിന് ഡീഫോൾട്ടായിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ പാരഗ്രാഫ് ടാഗ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? P ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഈ P ടാഗിന് ഇൻ ബിറ്റ്വീൻ എന്ത് എഴുതി വെച്ചാലും
അത് പാരഗ്രാഫായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളിവിടെ മാസ്റ്റർ ജി എന്ന് എഴുതി വെച്ചാലും ഇത് ഒരു പാരഗ്രാഫായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഹെഡിങ്സും പാരഗ്രാഫും എഴുതുന്നത് നോക്കിയാലോ. ആൾറെഡി ഞാനിവിടെ ഒരു index.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ച അതേ പേജ് തന്നെയാണ് ഇവിടെ മാസ്റ്റർ ജി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പേജിൻ്റെ ഈ ടൈറ്റിൽ വരത്തില്ല, പകരം ഫയലിൻ്റെ നെയിമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ ഫയൽ നെയിം ആയിരിക്കും വരിക, ടൈറ്റിൽ ആയിരിക്കില്ല വരിക. നമ്മളിവിടെ എന്ത് ടൈറ്റിൽ കൊടുത്താലും, അതായത് നമ്മൾ ഈ 5 സെർവറില്ലെങ്കിൽ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വരത്തില്ല. ടൈറ്റിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൈവ് സെർവർ അതല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഷോ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞ് ഈ ഒരു എക്സ്റ്റൻഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F1 എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. നമ്മുടെ കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ F1 ബട്ടൺസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് FN എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ F1 F2 എന്ന് പറഞ്ഞൊരു ബട്ടണും, ഈ FN എന്ന് പറഞ്ഞ ബട്ടണിൽ അത് ഫങ്ഷൻസ് കീസാണ്. FN ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് മുകളിലുള്ള F1 F2 അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരത്തില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ സെർച്ച് ചെയ്താൽ നോർമലി വരത്തില്ല. പുതിയ വേർഷനിൽ അവരൊരു ഫീച്ചർ കൊണ്ടുവരുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ വിഷയം നോക്കട്ടെ. ഓക്കെ, കണ്ടോ, ഇവിടെ ഷോ ലൈവ് സെർവർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് വരത്തില്ല. ഇത് വേറെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ച് ബട്ടണാണ്. ഇവിടെ സെർച്ച് ചെയ്താൽ വരത്തില്ല. നമ്മൾ F1 ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയറക്ഷണൽ ബ്രാക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷം ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. ഓക്കെ, സോ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കീബോർഡ് ഷോർട്ട്കട്ടും യൂസ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കീബോർഡ് ഷോർട്ട്കട്ട് എന്താണ്, ഇത് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പം. നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാനൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ വീഡിയോയിൽ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. P ടാഗിൻ്റെ അകത്താണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു ടാഗ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്തോളും. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ ഞാൻ P ടാഗ് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ക്ലോസ് Pയും കൂടെ വന്നു കഴിഞ്ഞു. കേഴ്സർ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഒരു ഫീച്ചറാണ്. ഒട്ടുമിക്ക നമ്മൾ വെബ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ എല്ലാത്തിലും തന്നെ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. പക്ഷേ നോട്ട് പാഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ചില ടാഗുകൾ ക്ലോസ് ചെയ്യേണ്ടാത്ത ടാഗുകളുണ്ട്. അത് BR ടാഗ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിങ് വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ HR ടാഗ് ക്ലോസ് ചെയ്യേണ്ടാത്ത ടാഗാണ്, അതിനും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിങ് വരുന്നില്ല. ക്ലോസ് ചെയ്യേണ്ട ടാഗുകൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിങ് വരും. ഓക്കെ, ഉദാഹരണത്തിന് DAB ടാഗ് ഒരു ക്ലോസ് ചെയ്യേണ്ട ടാഗാണ്, അതിന് ക്ലോസിങ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒട്ടുമിക്ക എല്ലാ കോഡ് എഡിറ്റേഴ്സും ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ആവണം. നോട്ട് പാഡ് ++ സപ്പോർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. നോട്ട് പാഡ് ++ഉം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്ററാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓൾറെഡി ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനേക്കാളും ലൈറ്റ് വെയിറ്റ് വേണമെങ്കിൽ നോട്ട് പാഡ് ++ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, എനിവേയും അതുപോലെ ബ്രാക്കറ്റ് ഉണ്ട്, ആറ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. കോഡാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഒരുപാട് ആളുകളും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SQL സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് എക്സ്റ്റൻഷൻ സപ്പോർട്ടുണ്ട്. ഇനി ഇൻബിൽട്ട് ആയിട്ടുള്ള GitHub സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, സോ ഇതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കോഡിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. H1 എന്നാണ് ആദ്യത്തെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഹെഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതും പാരഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാനിവിടെ ഇവിടെ ഒരു പാരഗ്രാഫ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാരഗ്രാഫിൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇവിടെ ഇത് ആക്ച്വലി ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വീണ്ടും ഞാനിവിടെ എൻ്റർ അടിച്ച് ടൈപ്പ് ചെയ്യുവാണെങ്കിലും അത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടാണ് വരത്തുള്ളൂ. ഓക്കെ, സോ പാരഗ്രാഫിൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഞാനിവിടെ വീണ്ടും ഒരു P ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ന്യൂ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹെഡിങ് ടാഗിനും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഹെഡിങ് ടാഗ്സ് എല്ലാം തന്നെ ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിങ് ടാഗും ഇതുപോലെ തന്നെ ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടാഗാണ്. ഇവിടെ H2 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇൻ കേസ് ക്ലോസിങ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ H2 എന്ന് പറയുന്നതും ന്യൂ ലൈനിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹലോ ടൈപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ചെറുതായിട്ട് വരുന്ന കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ H3 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇനിയും ചെറുതായിട്ട് വരും. അതുപോലെ തന്നെ ബോൾഡ്, ഇവിടെ നല്ല ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സാണ്, ഇവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ H3, H4, H5 അതുപോലെ തന്നെ എല്ലാ ടാഗ്സും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ H4 എടുക്കുവാണ്, വീണ്ടും ഞാൻ ഹലോ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇതും ന്യൂ ലൈനിൽ വന്നിട്ടുണ്ട്, പക്ഷേ ചെറുതായിട്ട് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി H6 ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. H5 നിങ്ങൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. H6 ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, പാരഗ്രാഫ് പോലെ തന്നെയല്ല, ഇത് ബോൾഡായിട്ടുണ്ടായിരിക്കും. ബോൾഡായിട്ടാണ് H5 ഹെഡിങ്സ് എല്ലാം തന്നെ ബോൾഡ് ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. H5 കൂടെ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഒരു ഹെഡിങ്ങും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. H3 ടൈപ്പ് ചെയ്തിട്ടില്ല, സോറി. ഓക്കെ, ഇതാണ് HTML-ലുള്ള ഡീഫോൾട്ടായിട്ടുള്ള ഇൻബിൽട്ടായിട്ടുള്ള 6 ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹെഡിങ്സിൻ്റെ ഫീച്ചർ എന്താണ്? ഇവിടെ ഒരു സ്പേസിങ് ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ സ്പേസിങ് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതൊരു ന്യൂ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്ക് ലെവലായിട്ടുള്ള ഒരു ടാഗാണ്. നമ്മൾ ബ്ലോക്ക് ടാഗ്സ് എന്ന് പറഞ്ഞ ടാഗുകളുണ്ട്. അതുപോലെ ഇൻലൈൻ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടും കുറച്ച് ടാഗ് സെറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ബ്ലോക്ക് ടാഗ് ബ്ലോക്സ് ആയിട്ട് വരുന്ന എല്ലാ ടാഗുകളും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പം ബ്ലോക്ക് ലെവലിൽ വരുന്ന എല്ലാ ടാഗുകളും ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പാരഗ്രാഫ് ടാഗും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. പാരഗ്രാഫ് ടാഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പുതിയ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്പേസിങ് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പുതിയ ലൈൻ ബ്രേക്കുകൾ വരുമ്പം നമുക്ക് സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സ്പേസിങ് ആണ്. ഇതൊരു ഡിഫാൾട്ടായിട്ടുള്ള എല്ലാത്തിലും നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസിങ് മാത്രമാണ്. പക്ഷേ സ്പേസിങ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കുറേ എക്സ്ട്രാ സ്പേസ്, കുറേയും കൂടെ സ്പേസ് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇൻ ബിറ്റ്വീൻ പാരഗ്രാഫ്, 2 പാരഗ്രാഫ്, ഇപ്പോൾ ഞാനിപ്പോൾ 2 പാരഗ്രാഫ് ടാഗുകൾ യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്യണം ജസ്റ്റ് മുകളിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ പാരഗ്രാഫ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പാരഗ്രാഫ് ടാഗിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഇതുപോലെ സ്പേസിങ് ആഡ് ചെയ്യുക എന്നുള്ളത്. 2 പാരഗ്രാഫ് ടാഗുകളുടെ ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതും ഡീഫോൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഇനി ഞാൻ ഈ ഒരു പേജ് ഇതിൻ്റെ സൈസ് ചെറുതാക്കുമ്പോൾ വലുതാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ നേരത്തെ മെറ്റാ ടാഗ്സ് ഉപയോഗിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിവൈസിൻ്റെ വിഡ്ത്ത്, അതല്ലെങ്കിൽ ആ ഒരു വെബ് പേജ് റെൻഡർ ചെയ്തിരിക്കുന്ന എന്ത് സ്ക്രീനാണോ ആ ഒരു സ്ക്രീനിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് റീസൈസ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റീസൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ റീസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ആ ഒരു ലൈൻ ബ്രേക്ക് ആയിട്ട് പുതിയ ലൈൻസ് ക്രിയേറ്റ് ആവുമെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഫീച്ചർ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഡിവൈസ് ലോഡ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യാനായിട്ടാണ്. ഇല്ലെങ്കിൽ മൊബൈൽ യൂസേഴ്സിന് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഈ ഒരു പേജിനെ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രോൾ ബാർ വരും. അതിനുശേഷം അത് റീഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇപ്പം എനിക്ക് ഇനിയിപ്പോൾ ഈ ലൈൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് വെച്ച് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാനിവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുക? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കുക. ഓക്കെ, പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിലൊരു വേറൊരു വഴിയുണ്ട്. ഇവിടെ ഒരു BR ടാഗ് ആഡ് ചെയ്യാം. ഓക്കെ, BR എന്ന് വെച്ചാൽ ബ്രേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. BR ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രേക്ക് ആയിട്ടുള്ളത് കാണാം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ലൈൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് BR ടാഗ്. പക്ഷേ BR ടാഗിൻ്റെ ഒരു ഫീച്ചറുണ്ട്, ഇവിടെ സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, അത് BR ടാഗിൻ്റെ ഫീച്ചറാണ്. നമുക്ക് മൾട്ടിപ്പിൾ BR ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 2-3 BR ടാഗ് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇവിടെ ഒരു സ്പേസിങ് വന്നിട്ടുണ്ടോ? ഓക്കെ, സോ BR ടാഗ് വൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈൻ ബ്രേക്കുകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ലൈൻ ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. മൾട്ടിപ്പിൾ ആയിട്ടുള്ള BR ടാഗ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പേസിങ് ആഡ് ആവുന്നതാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ BR ടാഗ് എല്ലാം ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. അതുപോലെ നമുക്ക് എത്ര BR ടാഗ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ഒരു BR ടാഗ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, BR
ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ നോക്കി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയും ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് BR ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, ഞാൻ ഇവിടെ ഈ ലൈൻ വെറുതെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്തുണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ കുറച്ച് ലൈൻ ബ്രേക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പോയം പോലെ ഏകദേശം കുറച്ച് ലൈൻ ബ്രേക്കുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരേ ലൈനാണ്, പക്ഷേ ഞാൻ ലൈൻ ബ്രേക്കിൽ ഇവിടെ കുറേ സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്പേസ് ആഡ് ചെയ്യാം. ഇതുപോലെ കുറേ സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ സേവ് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ്, HTML മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ മാർക്കപ്പ് ലാംഗ്വേജിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എഡിറ്റേഴ്സിൽ ഏത് രീതിയിൽ എഴുതുന്നു എന്നത് വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് റെൻഡർ ചെയ്യുന്നതിൽ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് അഫക്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ ലൈൻ ബ്രേക്കുകൾ ആഡ് ചെയ്യുന്നെങ്കിൽ നമ്മളതിന് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏത് ടാഗാണോ ആ ടാഗ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നമുക്കിവിടെ ജസ്റ്റ് ലൈൻ ബ്രേക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, ലൈൻ ബ്രേക്ക് ആവത്തില്ല. ഓക്കെ, HTML അല്ല എല്ലാ മാർക്കപ്പ് ലാംഗ്വേജിലും ഈ ഒരു ഫീച്ചറുണ്ട്. നമ്മൾ വെറുതെ ലൈനിൽ ഇതുപോലെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. വീണ്ടും ഞാൻ സേവ് ചെയ്തു. അത് ബ്രേക്ക് ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഞാൻ റീസൈസ് ചെയ്താലും ബ്രേക്ക് ആവത്തില്ല. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റീസൈസ് ചെയ്താൽ ഏകദേശം ഒരു ലൈൻ വരുന്ന പോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഓക്കെ, സോ ഇത് HTMLൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് ലൈൻ ബ്രേക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ BR ടാഗ് ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി HR ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്. HR ടാഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലോസ് ചെയ്യേണ്ടാത്ത ഒരു ടാഗാണ് HR ടാഗ് എന്ന് പറയുന്നത്. HRൻ്റെ അർത്ഥം ഹോറിസോണ്ടൽ റൂൾ എന്നാണ്. ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ സേവ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ലൈൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് HR ടാഗിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് 2 പാരഗ്രാഫ് ഇൻ ബിറ്റ്വീൻ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് HR ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. BR എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കാണ്, HR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോറിസോണ്ടൽ റൂൾ. ഓക്കെ, സോ ഹോറിസോണ്ടൽ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്രേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഹോറിസോണ്ടൽ റൂളിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഇൻ ബിറ്റ്വീൻ സ്പേസിങ് ആഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിവിടെ HR റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുവാണ്. ഇവിടെ സ്പേസിംഗ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ഞാനിവിടെ HR ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഒരു സ്പേസിങ്, ഇതിന് മുകളിലും താഴെ സ്പേസിങ് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത് HRൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ ബ്ലോക്ക് ലെവൽ ടാഗുകളെ എല്ലാം അതിൻ്റെ മുകളിൽ സ്പേസിങ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി മറ്റ് ടാഗുകളെ കുറിച്ച് നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.